കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസ് പ്രഖ്യാപിച്ച ഹർത്താൽ പുരോഗമിക്കുകയാണ്. വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് സംഘർഷം സൃഷ്ടിച്ച CPIM അട്ടിമറിക്കുകയായിരുന്നു എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. അതിനിടെ ചേവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം നാളെ ഹൈക്കോടതിയെ സമീപിക്കും. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഹർത്താലിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആദ്യ മണിക്കൂറിൽ എന്താണ് പ്രതികരണം? ലിബീഷ്, തീർത്തും ഒരു സമ്മിശ്ര പ്രതികരണമാണ് ഈ ഹർത്താലുമായി ബന്ധപ്പെട്ടുള്ളത്. കോഴിക്കോട് നഗരത്തിലെല്ലാം തന്നെ ഹർത്താൽ ഭാഗികമാണ് എന്ന് നമുക്ക് പറയാം. കാരണം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും വ്യാപാരി വ്യവസായി സമിതിയും ഹർത്താലിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് അറിയിച്ചിരുന്നു. ഒപ്പം തന്നെ ബസ് ഉടമ സംഘടനകളിൽ ഒരു വിഭാഗവും ഒപ്പം തൊഴിലാളികളുടെ ഒരു വിഭാഗവും ഈ ഹർത്താലിനോട് അനുകൂലിക്കുന്നില്ല എന്ന് പറയുകയും സർവീസ് നടത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഹർത്താൽ ബാധിച്ച ഇടങ്ങളുമുണ്ട്. സാരമായി ബാധിച്ചത് മലയോര മേഖലകളിലെയൊക്കെയാണ്. മലയോര മേഖലയിലെല്ലാം തന്നെ ഹർത്താൽ പൂർണ്ണമാണ്. ഈ ബാലുശ്ശേരി പോലുള്ള ഭാഗങ്ങളിൽ നിന്നും ഇതുവരെ ഒരു ബസ് പോലും ഇവിടത്തേക്ക് എത്തിയിട്ടില്ല. മലയോരങ്ങളിലൊക്കെ പോകേണ്ടുന്ന യാത്രക്കാർ വലിയ ബുദ്ധിമുട്ടിലാണ്. ഇപ്പോൾ നമുക്ക് കാണാം നിരവധി ആളുകൾ ഇവിടേക്ക് വരുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാം. ഇതിൽ തന്നെ ഇവിടെ കാത്തിരിക്കുന്ന ആളുകളെ കാണാം. ബസ്സൊക്കെ കാത്തിരിക്കുന്ന കുറെ നേരം ഇരിക്കുന്നത്. എവിടുന്ന് വരുന്നു? വയനാട്. ഹർത്താൽ അറിഞ്ഞിരുന്നോ? ഇല്ല, അറിയില്ല. എവിടത്തേക്കാ പോകേണ്ടത്? ബസ്സില്ല. ഇപ്പോൾ ഏകദേശം എത്ര മിനിറ്റായി ഇവിടെ ഇരിക്കുന്നു? അരമണിക്കൂറൊക്കെ ഉണ്ടാവും. നേരത്തെ ഈ ബാലുശ്ശേരി ഭാഗത്ത് പോകാനുള്ള രണ്ട് വൃദ്ധ ദമ്പതികളെ കണ്ടിരുന്നു. അവർ രാവിലെ 7 മണിക്ക് എത്തിയതാണ്. ഇതുവരെ ആ ഭാഗത്തേക്ക് ബസ്സില്ല. ഹൈലൈറ്റ് മാളിലും സമാനമായ രീതിയിൽ തന്നെയാണ് ഒരു സാഹചര്യം. ഒരു കുടുംബം ഇവിടെയുണ്ട്. എവിടത്തേക്കാണ് പോകേണ്ടത്? വയനാട് പോകും. നേരത്തെ എവിടുന്ന് വരുന്നു? പെരിന്തൽമണ്ണ. ഹർത്താലിനെ കുറിച്ച് അറിഞ്ഞൊന്നുമില്ല അല്ലേ? അറിഞ്ഞു. ഞാനിപ്പോൾ ബസ്സിലിരിക്കുമ്പോൾ ഒന്ന് ന്യൂസ് കണ്ടത്. ഇന്നലെ കേട്ടിരുന്നു, പക്ഷേ ഇങ്ങനെ ആവും വിചാരിച്ചില്ല. പിന്നെ ഇപ്പോൾ പുറപ്പെട്ട എന്തായാലും ഇപ്പോൾ പോവാതിരിക്കാൻ പറ്റൂല. ഒരു ഹോസ്പിറ്റൽ കേസ് ഉള്ളതുകൊണ്ട് പോവാണ്. എന്തായാലും വയനാട് KSRTC ഉണ്ടാവുമല്ലോ. ഇപ്പോൾ വരാനുണ്ട്. അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. എത്ര ഇതുപോലെ അരമണിക്കൂറായി കാത്തിരിക്കുന്ന ആളുകളുണ്ട്. നമുക്കിവിടെ പോലീസിന്റെ സന്നാഹം കാണാം, മറ്റ് ആളുകളെ കാണാം. അതേസമയം തന്നെ ഒരു സാധാരണ രീതിയിൽ ഇതിന്റെ ഒരു മറുഭാഗം നോക്കിക്കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ തന്നെ ജീവിതം മുന്നോട്ട് പോകുന്ന എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ബസ്സുകളെല്ലാം നിർത്തിയിരിക്കുന്നത് കാണാം. നേരത്തെ പറഞ്ഞതുപോലെ ഒരു സമ്മിശ്രമായ ഒരു പ്രതികരണമാണ് ഈ ഹർത്താലിനോടുള്ളത്. പ്രത്യേകിച്ച് ഈ ചേവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ആ സംഘർഷത്തിൽ നിരവധി നേതാക്കൾ ഉൾപ്പെടെയുള്ള നിരവധി കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അത് CPM അഴിച്ചുവിട്ട അക്രമമാണെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഈ ഒരു ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ കോൺഗ്രസ് ഹർത്താൽ നടത്തുന്നത്. ഇപ്പോൾ ഇവിടെ സർവീസ് നടത്തുന്ന ബസ്സുകളുടെ ജീവനക്കാരുണ്ട്. എങ്ങനെ ഇന്ന് ഇന്നിപ്പോൾ സർവീസ് നടത്താണ്ടിരിക്കാൻ ഒരു രക്ഷയില്ല. കാരണം അനവധി ആൾക്കാർ വന്ന് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് ചാനലിൽ. അവരാരും അറിയില്ല. കാരണം പെട്ടെന്നാണ് ഒരു മിന്നൽ പണി കൊടുക്കുമാരെയാണ് ഇത് വന്നത്. അതിനെക്കൊണ്ട് പല ആൾക്കാരും പല സ്ഥലത്ത് നിന്ന് വന്നിട്ട് ഇവിടെ കുടിയും കിടക്കുന്നുണ്ട്. പല കുറ്റ്യാട് റൂട്ടിലേക്കൊന്നും തീരെ ബസ് സർവീസ് നടത്തില്ല. ഇപ്പോൾ കൊയിലാണ്ടി, കണ്ണൂർ ആ ഭാഗത്തേക്ക് മാത്രമാണ് ബസ്സുകൾ സർവീസ് നടത്തുന്നത്. എന്താവുന്നൊന്നും അറിയില്ല. വണ്ടികൾ ഓരോന്നായിട്ട് പോകുന്നുണ്ട്. ലൈനിലോ വിവരങ്ങൾ തരുന്നുണ്ട്. ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് പോകുന്നുണ്ട്. ഇനി മുന്നോട്ട് ഓക്കെ ആണെങ്കിൽ ബാക്കിയുള്ള ബസ്സുകൾ ഓടാമെന്നാണ് തീരുമാനിക്കുന്നത്. തീർച്ചയായും എന്തായാലും ഹർത്താൽ സമാധാനപൂർണ്ണമാണ് എന്ന് തന്നെയാണ് ബസ് ജീവനക്കാരുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. കാരണം അവർ സർവീസ് നടത്തുന്ന ഒരു ബസ്സുകളും ഇതുവരെ തടഞ്ഞിട്ടില്ല. പക്ഷേ ഈ മലയോര മേഖലകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുറ്റ്യാടി, പേരാമ്പ്ര, അതുപോലെ തന്നെ ബാലുശ്ശേരി തുടങ്ങിയ താമരശ്ശേരി പോലുള്ള സ്ഥലങ്ങളിലേക്ക് ബസ്സുകൾ വളരെ വിരളമായി മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടും ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ഹർത്താൽ സമാധാനപൂർണ്ണമാണ്. സമ്മിശ്ര പ്രതികരണമാണ് ഹർത്താലിനോടുള്ളത്. ലബീഷ്. റിയാസ്, ഈ ചേവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പ് ഇന്നലെ വലിയ സംഘർഷത്തിലാണ് കലാശിച്ചത്. CPM പിന്തുണയോടെ കോൺഗ്രസ് വിമതരോടെ അധികാരത്തിലേറി. ഇനി എന്താണ് കോൺഗ്രസിന്റെ മുന്നോട്ടുള്ള പരിപാടികൾ? കോൺഗ്രസ് വിമതർ ജനാധിപത്യ സഹകരണ ജനാധിപത്യ മുന്നണി എന്ന പേരിലാണ് മത്സരിച്ചത്. അത് CPIM പിന്തുണയോടുകൂടിയായിരുന്നു മത്സരിച്ചത്. ആകെയുള്ള 11 സീറ്റുകളിൽ 7 സ്ഥാനാർത്ഥികൾ ഈ കോൺഗ്രസ് വിമതരുടെയും അതിൽ 4 പേർ CPIMന്റേതുമാണ് വിജയിച്ചത്. അങ്ങനെ അവർ മുന്നണിയായാണ് മത്സരിച്ചത്. അത് കോൺഗ്രസിന്റെ ഔദ്യോഗിക പാനലിനെയാണ് തോൽപ്പിച്ചത്. കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത് കള്ളവോട്ടുകൾ വ്യാപകമായി നടന്നു. 5000-ഓളം കള്ളവോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടു. പുലർച്ചെ 4 മണി മുതൽ തന്നെ CPM പ്രവർത്തകർ
പോളിംഗ് ബൂത്തിലേക്ക് എത്തി അവിടെ വോട്ട് ചെയ്തു എന്നുള്ളതാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. എന്നാൽ CPIM വ്യക്തമാക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകരാണ് കള്ളവോട്ട് ചെയ്തത്. അതിൽ 12 കള്ളവോട്ട് ചെയ്യാൻ വന്ന 12ഓളം കോൺഗ്രസ് പ്രവർത്തകരെ പിടികൂടിയിരുന്നു. എന്നാൽ പിന്നീട് അവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് CPM ആരോപിക്കുന്നത്. അങ്ങനെ പരസ്പരമുള്ള കള്ളവോട്ട് ആരോപണങ്ങൾ ഉണ്ടാവുകയും അത് വലിയ സംഘർഷത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യവുമായിരുന്നു ഇന്നലെ കണ്ടത്. അതിൽ തന്നെ നിരവധി പേർക്ക് പരിക്കേറ്റു. രണ്ട് ഭാഗങ്ങളിലുമുള്ള നിരവധി പേർക്ക്. അതിൽ കോൺഗ്രസ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസ്, KSUവിന്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് VT സൂരജ് അടക്കമുള്ളവർ MK രാഘവൻ MP കയ്യേറ്റം ചെയ്തു എന്ന് കോൺഗ്രസ് നേതൃത്വം ആരോപിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കോൺഗ്രസ് ആരോപിച്ചുകൊണ്ടാണ് ഇന്ന് ഈ ഹർത്താൽ നടത്തുന്നത്. ഇനിയിപ്പോൾ നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങുകയാണ് കോൺഗ്രസ്. പ്രധാനമായും ഹൈക്കോടതിയെ സമീപിക്കുകയാണ്. നേരത്തെ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് ഹൈക്കോടതിയെ സമീപിച്ച് പോലീസ് സുരക്ഷ ഉറപ്പാക്കിയിരുന്നു. എന്നാൽ ആ പോലീസ് സുരക്ഷ ഉറപ്പാക്കിയപ്പോൾ പോലീസ് ഏകപക്ഷീയമായി പെരുമാറിയെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. പോലീസ് നിഷ്ക്രിയമായിരുന്നു. അക്രമം നടക്കുമ്പോൾ അക്രമികൾക്ക് ഷെയ്ക്ക് ഹാൻഡ് നൽകുന്ന സമീപനമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത് എന്നൊരു ആരോപണം കോൺഗ്രസ് നേതൃത്വം ഉന്നയിക്കുന്നുണ്ട്. അത് കോടതിയെ ലക്ഷ്യമാണെന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർ, അവർ NGO യൂണിയന്റെ പ്രവർത്തകരായിരുന്നു. ആ സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർ പക്ഷപാതിത്വം കാണിച്ചു എന്നൊരു ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്നു. അതുകൊണ്ട് അതും കോടതിയെ ലക്ഷ്യമാണെന്ന് ചൂണ്ടിക്കാട്ടുന്നു. ഒന്ന്, തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു ഹർജി നൽകുമ്പോൾ തന്നെ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ, പോലീസിനെതിരെ, സഹകരണ വകുപ്പിനെതിരെ കോടതിയെ ലക്ഷ്യത്തിനും നാളെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. നാളെയായിരിക്കും ഇത് സംബന്ധിച്ച ഹർജി ഫയൽ ചെയ്യുക. കോഴിക്കോട് ചേവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പ് കോടതി കയറുകയാണ്. ഒപ്പം ഇന്ന് അവിടെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് കോൺഗ്രസ്. സമ്മിശ്രമായ പ്രതികരണമാണ് ഹർത്താലിനെന്ന് റിയാസ് KMR റിപ്പോർട്ട് ചെയ്യുന്നു.